നമ്മുടെ വേൾഡ് റെക്കോർഡ്സിൽ ഏകദേശം 51 കാണേണ്ട ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിൽ 52ാമതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കേരളമാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനം കൊള്ളാം. ഇന്ന് നമുക്ക് വേണ്ടി പാടാൻ ഇവിടെ എത്തുന്നത് റാണി ജോയ് പീറ്റർ. റാണി അതിമനോഹരമായിട്ട് പാടുന്ന ഒരു ഗായിക. പാടാം നേടാം എന്ന ഈ ഷോയിൽ ഒന്ന് കുറെ പാട്ടുകൾ പാടി നിങ്ങളുടെ എല്ലാം മനസ്സ് കീഴടക്കി. എന്തു പറയുന്നു റാണി? വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും സ്വപ്ന സമാനം തന്നെ പറയാം. സാറിൻ്റെ കൂടെയൊക്കെ ഈ വേദിയിൽ നിൽക്കുക, ശരത് സാറിൻ്റെ മുമ്പിലൊക്കെ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് പാടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അമൃത ടിവിയോടും അതുപോലെ കോഡെക്സ് മീഡിയയോടും അജയൻ സാറിനോടും വളരെ വളരെ നന്ദിയുള്ളവളാണ്. എന്തായാലും നേട്ടങ്ങൾ മാത്രമാണ് കൈവരിച്ചിരിക്കുന്നത് ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം. അതെ അതെ, തീർച്ചയായും. എന്തൊക്കെയായിരിക്കും ആ നേട്ടങ്ങൾ? എനിക്ക് 2-3 പ്രോജക്റ്റുകൾ, ആൽബംസ് പാടാൻ കിട്ടി. പിന്നെ പ്രോഗ്രാംസും. എന്തായാലും നാട്ടുകാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി, പഴയ കൂട്ടുകാരൊക്കെ തിരിച്ചു വന്നു. അതെ അതെ അതെ. എല്ലാം കൊണ്ടും സന്തോഷ നിർഭരമായ മുഹൂർത്തത്തിൽ എന്നാൽ ഒരിറ്റ് സങ്കടവും ഉണ്ടായി അല്ലേ? എൻ്റെ എന്താ പറയുക, ഞാനിവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള അമ്മ ഞങ്ങളെ വിട്ടു പോയി. എത്ര വയസ്സായിരുന്നു അമ്മയ്ക്ക്? 86 വയസ്സായിരുന്നു. 86 വയസ്സ്. ഒരു തരത്തിലും ഞങ്ങളെ വിഷമിപ്പിക്കാതെ അത്രയും സന്തോഷത്തോടെയാണ് ആ ഓണത്തിനൊക്കെ ഊണൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിലാണ് അമ്മ. മഹാഭാഗ്യവതിയാണ്. കാരണം ഒരു 86 വയസ്സിൽ ഒരു അമ്മ, ഏതൊരമ്മയായാലും ഒരമ്മ കിടന്നുപോയി കഴിഞ്ഞാൽ ആ കിടപ്പൊരു വലിയ കഷ്ടപ്പാടാണ്. അതെ അതെ അതെ. എനിക്കും അതിലൊരു സമാധാനം എന്ന് വെച്ചാൽ ഞാൻ 9 മാസമായിട്ട് അമ്മയുടെ കൂടെ തന്നെ നിന്നിട്ട് അമ്മ ഒരു വീഴ്ചയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അമ്മയെ പരിചരിക്കാൻ പറ്റി. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പ്രോഗ്രാംസിന് മാത്രമേ ഞാൻ പുറത്തു പോകുന്നുണ്ടായുള്ളൂ. ഇവിടെ വന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അമ്മയ്ക്ക് ഇതും ഈ ഒരു പ്രോഗ്രാം അമ്മയ്ക്ക് കാണാൻ പറ്റി. അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു വിഷമത്തിൽ ഞാനത് ഈശ്വരനോട് നന്ദി പറയണം. അപ്പോൾ എന്തായാലും ഈ എന്താണ് റാണി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ അമ്മയുടെ അനുഗ്രഹം കാണും. നന്നായിരിക്കട്ടെ. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത് ആദ്യം? ഞാൻ ഉയിരുന്നുയിരായി പൊൻപ്രഭ എന്ന് വെച്ചാൽ ഒരു കേരള ഗാനം തന്നെയാണ് പാടുന്നത്. ഓ, വെരി ഗുഡ്. അപ്പോൾ വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഈ കേരളപ്പിറവി കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിനെ കുറിച്ചുള്ളൊരു പാട്ട്. അതെ അതെ അതെ, പ്ലീസ്. താങ്ക് യു സർ. ശ്യാമള സുരഭിലമാകും മാമകനാട് ഈ മലയാളം. സസ്യശ്യാമള സുരഭിലമാകും മാമകനാട് ഈ മലയാളം. ഉയിരിന്നുയിരായി പൊൻപ്രഭ തൂവും കേരളനാട്
കഥകളി മുദ്രയും കേളിയെഴുന്നൊരീ മലനാട്. തുമ്പയും തുളസിയും പൂക്കളം തീർക്കും മാവേലി മന്നന്റെ പുണ്യനാട്. ഉയിരിനുയിരായി പൊൻപ്രഭ തൂവും കേരളനാട്. മമനാട്. ഉയിരിനുയിരായി പൊൻപ്രഭ തൂവും കേരളനാട്. മമനാട്. സസ്യശ്യാമള സുരഭിലമാകും മാമകനാട്. ഈ മലയാളം സസ്യശ്യാമള സുരഭിലമാകും മാമകനാട്. ഈ മലയാളം ഉയിരിനുയിരായി പൊൻപ്രഭ തൂവും കേരളനാട്. മമനാട്. മലയാളം മലയാളം. ആഹാ, അതിമനോഹരമായിരിക്കും. താങ്ക് യു സർ. ഇതിന്റെ സംഗീതം ആരാണ്? സംഗീതം ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ എൻ്റെ സഹോദര തുല്യനായ അദ്ദേഹമാണ്. എൻ്റെ നന്നായിരിക്കുന്നു സുഹൃത്ത് സംഗീത മംഗലശ്ശേരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഞങ്ങൾ കലാകാരന്മാരുടെ സഹായത്തിന് വേണ്ടിയിട്ട് 100 കേരള ഗാനത്തിന് ധനസഹായം, അന്ന് അതിൽ ആ ഒരു 100 കേരള ഗാനത്തിൽ ഉൾപ്പെട്ടതാണ് ഈ പാട്ട്. നന്നായിരുന്നു. രണ്ടുപേരുടെ അന്വേഷണം പറയാം. നന്നായിട്ട് പാടുകയും ചെയ്തു. നല്ല രസമായിരുന്നു. കോറസും അതുപോലെ തന്നെ ആ വേഷവും ബാക്കി എല്ലാം കൂടെ വന്നപ്പോൾ ശരിക്കും ഒരു കേരള തനിമ ഇവിടെ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്.